ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം സിമ്പിൾ സാമ്പാറാണെന്ന്. ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു അര ബൗൾ പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കിയത് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതാ ചെറുതായി മുറിച്ചത്. ഇതും ഇട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളവും വീഴ്ത്തി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ കേൾക്കാം. ഞാൻ ഒരു 4 വിസിൽ വരെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വരും, പരിപ്പ് നന്നായി ഉടഞ്ഞു വരും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് സവാള ദാണ്ട് ഇതുപോലെ നീളത്തിന് അരിഞ്ഞു വെച്ചിരുന്നു. അത് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ വഴണ്ട് നല്ല സവാള നല്ല മൂത്ത് നല്ല ബ്രൗൺ നിറമായി വരണം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. എൻ്റെ സൗണ്ട് നന്നായി നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഓക്കെ, ഇങ്ങനെ നല്ലതുപോലെ ഉള്ളി വഴണ്ട് ബ്രൗൺ നിറമായി വരുമ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വേവിച്ച് വെച്ചെങ്കിലേ അത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വിസിൽ പോയോന്ന് നോക്കിയിട്ട് തുറക്കണം കേട്ടോ. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ ഇതിലേക്ക് കായപ്പൊടിയോ മല്ലിയിലയോ ഉലുവപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഉള്ളത് കൊണ്ട് സിമ്പിൾ കറി. പൊടികളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ചെറിയൊരു നെല്ലിക്ക വലുപ്പം പുളി. ആ പുളിയും പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കി കുറച്ചും കൂടി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ അടിപൊളി ഒരു സിമ്പിൾ സാമ്പാർ അല്ല ഒരു സിമ്പിൾ കറി ഇവിടെ തയ്യാർ. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.